ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗിയർ വയർ. ഈ ഗിയർ വയറിലാണ് നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്നത്. അതൊരു റോൾ പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമുള്ളൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗിയർ ലോക്കാണ്. നമ്മൾ ചെയിനൊക്കെ മൂവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗിയർ ലോക്ക് രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഗോൾഡൻ ബീഡ്സ് പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. വലുത്, ചെറുത്, അങ്ങനെ പല ടൈപ്പ് 2mm 3mm അങ്ങനെ പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ കൊളുത്ത്. ഈ കൊളുത്ത് ഫിഷ് ടൈപ്പ് കൊളുത്തുണ്ട്, എസ് ടൈപ്പ് കൊളുത്തുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കൊളുത്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലുള്ള പ്ലെയേഴ്സ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗിയർ ലോക്കൊക്കെ ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലെയറാണ്. ഇത് കട്ടിംഗ് പ്ലെയറുമാണ്. ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ നമ്മൾ ഈ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ബട്ടൺ ഹൗസിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ലോക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ലോക്കറ്റ്സ്, ഇതുപോലത്തെ റെഡിമെയ്ഡ് ലോക്കറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ലോക്കറ്റ്സ് ചെയ്യണം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ മയിൽപ്പീലി വെച്ചിട്ട് ലോക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലുള്ള B7000 ഗ്ലൂ ആവശ്യമാണ്. ഇത് അത്യാവശ്യം ഒട്ടുന്ന നല്ലൊരു ഗ്ലൂ ആണ്. അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺസ്. ഈ കുന്തൻ സ്റ്റോൺസ് പല സൈസിലും പല ഷേപ്പിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ചെയിന് പല കളറിൽ കിട്ടും. സിൽവർ, ഗോൾഡ്, അതുപോലെ തന്നെ ബ്ലൂ, റെഡ് പല കളറിൽ കിട്ടും. നമുക്ക് നമ്മുടെ സ്റ്റോൺ ചെയിന് നമുക്കിപ്പോൾ 1 മീറ്റർ 2 മീറ്റർ ആ ഒരു ലെങ്തിൽ നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാം. ഈ സ്റ്റോൺ ചെയിൻ നമുക്ക് ഈ ലോക്കറ്റ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ട്രാൻസ്പെറൻ്റ് ഷീറ്റിലാണ് ഇത് കുറച്ച് കട്ടിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ലോക്കറ്റിൻ്റെ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു ചെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ വയർ എടുത്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ലെങ്തിൽ, ഇപ്പോൾ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിനോട് ചേർന്ന ലെങ്തിൽ നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ലോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗിയർ വയറിനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിംഗ് പ്ലെയർ ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. അതിന് വീണ്ടും നമുക്ക് അതിൻ്റെ ലോക്കറ്റിൻ്റെ അടുത്തായിട്ട് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗോൾഡൻ ബീഡ് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗിയർ ലോക്കും ലോക്കറ്റും വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഗിയർ ലോക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗോൾഡിലുണ്ട്, സിൽവറിലുണ്ട്, വളരെ ചെറുതായിട്ടുള്ള ഒരു ബീഡ്സാണ്. നമ്മളത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് നമുക്കിത് ഇടാൻ എളുപ്പം. ഇനി നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗിയർ ലോക്ക് രണ്ട് സൈഡും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് എൻഡിൽ. ഈ ഗിയർ ലോക്കിനെ നമ്മൾ നമ്മുടെ പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വയ്ക്കും. ആ പ്രസ് ചെയ്ത് വയ്ക്കുമ്പം ഈ ഗോൾഡൻ ബീഡ്സും നമ്മുടെ ലോക്കറ്റും ഈ ഗിയർ ലോക്കിൻ്റെ നടുക്ക് ഇങ്ങനെ അനങ്ങാതെ അത് ഫിക്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഈ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ സെയിം ലോക്കറ്റ് ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഒറ്റ ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എൻഡിൽ ഇതേപോലെ കൊളുത്തൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒറ്റ ലോക്കറ്റുള്ള സിമ്പിൾ ചെയിനായിട്ട് ഇടാം. ഞാനിവിടെ 3 ലോക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡൻ ബീഡ്സ്, നമ്മുടെ ലോക്കറ്റ്, വീണ്ടും ഗോൾഡൻ ബീഡ്, വീണ്ടും ഗിയർ ലോക്ക്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് ലെങ്ത് നീക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ കൊടുത്ത ലോക്കറ്റിൻ്റെ കുറച്ച് മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡും രണ്ട് ലെങ്ത് നീക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും ഗിയർ ലോക്ക്.
അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ അടുത്ത സൈഡിലും ഇതുപോലെ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഗിയർ ലോക്ക് അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് ഇതൊക്കെ നമുക്ക് 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ നമുക്ക് ഒരു ചെറിയ ഒരു റേറ്റിന് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ആ ഒരു 10 ഗ്രാം വാങ്ങിയാൽ തന്നെ നമുക്ക് കുറേ ചെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തികയും. ലോക്കറ്റ്സ് വേണമെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ലോക്കറ്റ്സ് മാത്രം മാറ്റി വാങ്ങിയാൽ മതി. ഈ ഒരു റോൾ കിട്ടുന്ന ഗിയർ വയറും അതുപോലെ തന്നെ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഗിയർ ലോക്ക് ഗോൾഡൻ ബീഡ്സ് ഇതൊക്കെ നമുക്ക് ഒരുപാട് ചെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളിത് കുറച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചെയിൻസ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് മനസ്സിലാക്കാൻ ചിലപ്പോൾ പാടായി തോന്നും. അതിന് ശേഷം നമുക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഗിയർ ലോക്കും ഇട്ട് കൊടുത്തിട്ട് ഇനി പ്രസ് ചെയ്തത് ആ രണ്ടും ഈക്വൽ ലെങ്തിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ലോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ഈക്വൽ ആയിട്ടുള്ള അളവിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് ലോക്കറ്റും ഇനി ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചെയിൻ ഇവിടെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് കൊളുത്തിൻ്റെ പാർട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ കൊളുത്തിൻ്റെ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഗിയർ വയറിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു ഗിയർ ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അത് ജസ്റ്റ് ഒന്ന് അതിനകത്ത് കയറ്റിയതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ എൻഡ് ആ ഗിയർ ലോക്കിനകത്തൂടെ തന്നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് ആ പുറത്തൂടെ വന്ന ഒരു ഭാഗത്തിന് നന്നായിട്ട് നമ്മൾ വലിക്കണം, പുറത്തോട്ട് നന്നായിട്ട് വലിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കുറച്ച് ലെങ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിൽ കൊളുത്തിടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാധനമാണ് നമ്മുടെ ജംപ് റിങ്സ് എന്ന് പറയുന്നത്. ഈ ജംപ് റിങ്സ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഗിയർ വയറിനെ തന്നെ ഈ ഗിയർ ലോക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് ഭാഗം ഇങ്ങനെ കുറച്ച് ഭാഗം റൗണ്ടായിട്ട് വരുന്ന ഒരു ഭാഗം ഇട്ടിരുന്നാൽ നമുക്ക് അതിൽ ഡയറക്റ്റ് കൊളുത്തിടാനും പറ്റും. ഞാനിവിടെ ജംപ് റിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജംപ് റിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഗിയർ ലോക്കിൻ്റെ അകത്തൂടെ നമ്മൾ എടുത്ത ഗിയർ വയറിന് നന്നായി വലിച്ചതിന് ശേഷം നമുക്ക് ആ ഗിയർ ലോക്കിനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിന് കുറച്ച് ഭാഗം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലെയർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ആദ്യം നമ്മളൊരു ഗിയർ ലോക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജംപ് റിങ്സ് ആണ് ഇടുന്നത്. ജംപ് റിങ്സ് ഇട്ടിട്ട് നമ്മൾ ആ ഗിയർ ലോക്കിൻ്റെ അതിനകത്തൂടെ ഗിയർ വയറിൻ്റെ ഇപ്പുറത്തെ സൈഡിന് വലിച്ചെടുക്കണം. ജംപ് റിങ്സ് ഇട്ടില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അത് വലിച്ചെടുത്തിട്ട് കുറച്ച് ഭാഗം ഇട്ടിരുന്നാൽ മതി. അതൊരു റൗണ്ട് ഷേപ്പിലിരിക്കും. ആ ഭാഗത്തൂടെ നമുക്ക് കൊളുത്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ജംപ് റിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഭാഗം മിച്ചം വന്നിട്ടുള്ള അതിനെ കട്ട് ചെയ്ത് കളയും. ഇനി ആ ഒരു ഭാഗം ഇങ്ങനെ കൂർത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തോടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൊളുത്തെടുത്തിട്ട് നമുക്ക് ഈ ജംപ് റിങ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. റൗണ്ട് ഷേപ്പിൽ ഇതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊളുത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെയിന് ഫുള്ളായി കംപ്ലീറ്റായി. ഈ കൊളുത്തൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊളുത്ത് ഞാൻ ഇവിടെ ഫിഷ് ലോക്ക് പോലത്തെ കൊളുത്താണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എസ് ടൈപ്പ് കൊളുത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെയിൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് നമ്മുടെ ജംപ് റിങ്സ് ഗിയർ വയർ ഇതൊക്കെ നമുക്ക് വാങ്ങി വെച്ച് കുറേ ചെയിൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ വേറൊരു ചെയിൻ കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം. ബൈ ബൈ.